കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷന്റെ പരിപൂർണമായ ചിത്രം തെളിഞ്ഞത്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ, ഏതൊക്കെ മണ്ഡലങ്ങളാണ് ആരൊക്കെ മത്സരിക്കുന്നത്, വിമതന്മാർ എവിടെയൊക്കെയാണ്, ഏതൊക്കെ പാർട്ടികൾക്കാണ് വിമതന്മാർ കൂടുതലായിട്ടുള്ളത്, വിമതന്മാരുടെ പാർട്ടി ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രശ്നം എന്ന കാര്യത്തിൽ ഒരു ചിത്രം തെളിഞ്ഞത് ഇന്നലത്തോടെയാണ്. ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ചിത്രം തെളിഞ്ഞത് ഇന്നലെയാണ്. ഇതോടെ ഏകദേശം പരിപൂർണമായി തെളിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് പലയിടത്തും ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് UDF-ന്. ശക്തമായ രീതിയിൽ ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് മുൻപേ തന്നെ, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പലയിടത്തും സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ്. കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. VM വിനു ആയിരുന്നു, സംവിധായകനായ VM വിനു ആയിരുന്നു കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി. എന്നാൽ വോട്ടില്ലെന്ന് കണ്ടെത്തിയോടെ പിൻവലിക്കേണ്ടി വന്നു. അതിനെതിരായിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ VM വിനു പോയെങ്കിലും ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് മുട്ടടെ മാത്രമാണ് വൈഷ്ണവ് സുരേഷിന്റെ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം കോൺഗ്രസിന് കിട്ടിയത്. പക്ഷേ അതിന് നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇലക്ഷനിൽ വൈഷ്ണവ് സുരേഷ് ജയിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ കൗൺസിലർ ആകില്ല. നിയമ നടപടിയുമായിട്ട് എതിർ സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തള്ളേണ്ടി വരും. അങ്ങനത്തെയാണ് നിയമം. എന്തൊക്കെയാലും ഇലക്ഷൻ കഴിഞ്ഞ് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതുപോലെ സംസ്ഥാനത്ത് ഒരുപാടിടത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് ഒരിടത്ത് 9 UDF സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. മറ്റു പലയിടങ്ങളുമുള്ള UDF-ന്റെ 9 സ്ഥാനാർത്ഥികളെ ഓരോന്നോരോന്നായി അവർ പിൻവലിച്ചിട്ടുണ്ട്. മാത്രമല്ല മുതിർന്ന നേതാവായ K മുരളീധരൻ ശക്തമായ നിലപാടെടുത്തിരുന്നു. അന്ത്യശാസനം നൽകിയിരുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എന്നാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് കോർപ്പറേഷനിലെ അവസ്ഥ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സുപ്രധാനമായിട്ട് കോൺഗ്രസ് തങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റ് കോൺഗ്രസ് കൊണ്ട് കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്. തുടർച്ചയായിട്ട് UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷനാണ്. അവിടെ ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് UDF-ന് സ്ഥാനാർത്ഥിയില്ല. BJP-യും CPM തമ്മിലായിരിക്കും അവിടെ മത്സരം വരാൻ പോകുന്നത്. വളരെ സുപ്രധാനമായ കാര്യമാണ്. മാത്രമല്ല പത്രിക തള്ളിയതിനെതിരെ അവിടുത്തെ സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ കോടതി ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം വേണമെങ്കിൽ കോടതിക്ക് ഇടപെടാം, അല്ലെങ്കിൽ നിയമ നടപടിയുമായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് പോകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇലക്ഷന് മുൻപായിട്ട് ഇടപെടാൻ പറ്റത്തില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ പത്രികയാണ് തള്ളിയത്. അതിനെതിരെ സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ പരിഗണിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചത്. LC ജോർജിന് വേണമെങ്കിൽ ഇലക്ഷൻ ഹർജി നൽകാമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇലക്ഷന്റെ ഫലം വന്ന ശേഷം മാത്രമേ ഇലക്ഷൻ ഹർജി നൽകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മത്സരിക്കാൻ സാധിക്കത്തില്ല. തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവിഷനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയത്. UDF-ന്റെ ഉറച്ച ഡിവിഷൻ എന്ന് കരുതപ്പെടുന്ന ഒന്നാണ് കടമക്കുടി. പത്രിക തള്ളിയത് മൂലം ഒരു ഡിവിഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് UDF. ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് തീർച്ചയായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് പോലും ആരെയും കോൺഗ്രസ് നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കടമക്കുടിയിൽ ഇനി CPM-ഉം BJP-യും തമ്മിലായിരിക്കും മത്സരം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു സീറ്റ് പോവുകയും CPM-ന് ഒരു സീറ്റ് അധികം കിട്ടാനുള്ള സാധ്യതയാണ് പോന്നിട്ടുള്ളത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് വളരെ നിർണായകമാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലേക്കുള്ള കട്ടൻ റൈസർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള മത്സരങ്ങളായിരിക്കും. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിയമസഭാ ഇലക്ഷന്റെ ഒരു പ്രതീതി കിട്ടും. അതുകൊണ്ട് തന്നെ ഏകദേശം ട്രെൻഡ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള മത്സര ഫലങ്ങൾ പരിശോധിക്കുന്നതാണ്. 2020 അത് വ്യക്തമായിട്ട് 10 ജില്ലാ പഞ്ചായത്തുകളിൽ LDF ആണ് ഭരിച്ചത്. അതുകൊണ്ട് വ്യക്തമായ ഒരു മേധാവിത്വം 2021 നിയമസഭ ഇലക്ഷനിൽ LDF-നുണ്ടായിരുന്നു. അങ്ങനെ നിർണായകമായ ഒരു ഡിവിഷനിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങൾ മൂലം, കോൺഗ്രസിന്റെ അബദ്ധങ്ങൾ മൂലം ഒരു സീറ്റ് കളഞ്ഞു കുടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് LC ജോർജിന്റെ പത്രിക തള്ളുന്നത്. LCക്ക് പിന്തുണ നൽകിയ ആൾ ഡിവിഷന് പുറത്തുനിന്നുള്ള ആളായതിനാലാണ് പത്രിക തള്ളിയത്. എന്നാൽ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടു എന്നായിരുന്നു UDF-ന്റെ ആക്ഷേപം. അത് ബന്ധപ്പെട്ടാണ് UDF ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി പരിഗണിച്ചു പോലുമില്ല. നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ ഈ അഭാഗം ചൂണ്ടിക്കാട്ടാതെ പിന്നീട് തർക്കം ഉന്നയിച്ച് തെറ്റാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മാത്രമല്ല നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാനുള്ള അവസാന ദിവസമായ നവംബർ 21 ഉച്ച കഴിഞ്ഞ് 2:50 മറ്റൊരു പത്രിക കൂടി നൽകാൻ എത്തിയെങ്കിലും സ്വീകരിച്ചുമില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വമ്പൻ തിരിച്ചടിയാണ്. ഒരുപാട് മണ്ഡലത്തരം കോൺഗ്രസ് സംസ്ഥാനത്തൊട്ടാകെ ഈ ഇലക്ഷന്റെ കാര്യത്തിൽ, ഇലക്ഷനെ നേരിടുന്നതിന്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ഒരിടത്തല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ, എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ, മറ്റു ചില ജില്ലാ പഞ്ചായത്തുകളിൽ, മറ്റു ചില പഞ്ചായത്തുകളിൽ
പിന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ, അങ്ങനെ ഒരുപാടിടത്ത് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. സീരിയസ് ആയിട്ടാണോ കോൺഗ്രസ് ഈ എലക്ഷനെ നേരിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തൊക്കെയായാലും കോൺഗ്രസിന് ഇപ്പോൾ എറണാകുളത്തും ഒരു വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്.